ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिकान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वञ्चाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मुगं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरु दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 13 ശ്ലോകം 11 നമ്മളൊന്ന് നോക്കുന്നത്. 11 മുതൽ. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ നേരത്തെ വായിച്ചു. മഹാത്മാ വിദുര മഹാത്മാ അദ്ദേഹം തീർത്ഥാടനമെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഹസ്തിനാപുരത്തിലേക്ക് വരുന്നു. അപ്പോൾ യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം നടക്കുന്നത്. നമുക്കറിയാം, യുധിഷ്ഠിര മഹാരാജാവിന് രാജ്യം തിരിച്ചു കിട്ടുന്നു. ധൃതരാഷ്ട്രവും ഗാന്ധാരിയുമൊക്കെ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കൂടെയാണ് കൊട്ടാരത്തിൽ താമസിക്കുന്നത്. യുധിഷ്ഠിര മഹാരാജാവ് സ്വന്തം അച്ഛനെ നോക്കുന്ന പോലെ തന്നെയാണ് ധൃതരാഷ്ട്രയെ നോക്കിയിരുന്നത്. അതാണ് യുധിഷ്ഠിര മഹാരാജാവിൻ്റെയും പാണ്ഡവരുടെയും അവരുടെ ഒരു മനോഭാവം അങ്ങനെയാണ്. ഇങ്ങോട്ട് എത്ര ക്രൂരത അവർ ചെയ്തിട്ടുണ്ടെന്ന് നോക്കുന്നില്ല. ഒരു ഭക്തർക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളൊക്കെ ചെറിയൊരു പ്രശ്നം മതി, പിന്നീട് ആ ആളുടെ മുഖത്തേക്ക് പോലും നോക്കാൻ തോന്നാത്തൊരു കാര്യമായിരിക്കും അല്ലേ. ഇന്നത്തെ കാലത്ത് വളരെ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ വലിയ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു. എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നു. എത്ര അടുത്ത ഫാമിലി റിലേഷൻ ആണെങ്കിലും എത്ര അടുത്ത റിലേഷൻ ആണെങ്കിലും ഒരു നിമിഷം മതി അത് പൊട്ടിത്തെറിക്കാൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പിരിച്വൽ വാല്യൂസ് ഇല്ല ആർക്കും. അതാണ് പ്രശ്നം. ആധ്യാത്മിക ജ്ഞാനമില്ലാത്തതിൻ്റെ കുഴപ്പമാണ്. ആധ്യാത്മിക ജ്ഞാനം ഉണ്ടെങ്കിൽ എല്ലാം സഹിഷ്ണുതയോടുകൂടി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കും. അത് എവിടെയാണോ കുറവുണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ പല പ്രശ്നങ്ങളും നടക്കും. യുധിഷ്ഠിര മഹാരാജാവ് വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിന് അവിടെ കൊടുക്കാൻ പറ്റുന്ന എല്ലാ ഫെസിലിറ്റീസും അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അതായത് ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ധൃതരാഷ്ട്രയും അദ്ദേഹത്തിൻ്റെ പത്നിയെയും നോക്കിയിരുന്നത്. ആ സമയത്ത് വിദുരർ വരുന്നു അങ്ങോട്ട്. വിദുരർക്ക് സന്തോഷമായി പാണ്ഡവർക്ക് രാജ്യം കിട്ടിയെന്നറിഞ്ഞപ്പോൾ, കാര്യം വിദുരർ എപ്പോഴും സത്യത്തിൻ്റെ കൂടെയേ നിൽക്കാറുള്ളൂ, ധർമ്മത്തിൻ്റെ കൂടെയേ നിൽക്കാറുള്ളൂ. ഇതിനു മുമ്പും
ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് വേണ്ട പോലെ വിതുരർ ദുര്യോധനനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ നോക്കിയതാണ്. എന്നാൽ ദുര്യോധനൻ അത് കേൾക്കാൻ തയ്യാറായില്ല. അദ്ദേഹം വളരെ മോശമായിട്ട് ചെറിയച്ഛനോട് സംസാരിച്ചു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ വരെ പറഞ്ഞു. വിതുരർ അതൊരു അവസരമായി എടുത്തു. അതായത് അദ്ദേഹത്തിന് സന്തോഷമായി. കാര്യം അദ്ദേഹം അതൊരു പ്രശ്നമായി എടുത്തില്ല. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ഭഗവാന്റെ കൃപയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ തീർത്ഥാടനങ്ങൾ ചെയ്യുന്നു. ഒരുപാട് സാധുജനങ്ങളെ കാണുന്നു. പിന്നീട് ഉദ്ധവരെ കാണുന്നു, മൈത്രേയ ഋഷിയെ കാണുന്നു. മൈത്രേയ ഋഷിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു, കേൾക്കുന്നു, ചോദിക്കുന്നു, ഉത്തരങ്ങൾ കിട്ടുന്നു. അങ്ങനെ തിരിച്ചു വന്നിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും പോയി അദ്ദേഹം. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് തിരിച്ചു വരുന്ന സമയത്ത് യുധിഷ്ഠിര മഹാരാജാവും പാണ്ഡവരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുണ്ടായിരുന്ന എല്ലാവരും ഒരുപാട് സന്തോഷമായി വിതുരരെ കണ്ടപ്പോൾ. കാര്യം വിതുരർ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു. അത്രയും നല്ലൊരു ക്യാരക്ടറുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ. അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അദ്ദേഹത്തിന് വേണ്ട റെസ്റ്റ് കൊടുത്തു, നല്ല പ്രസാദം ഭക്ഷണം കൊടുത്തു. അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും അദ്ദേഹത്തിന് കൊടുത്തു. അതിനുശേഷം ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുവാണ്. ആക്ച്വലി യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തീർത്ഥാടനത്തിന് പോയ സമയത്ത് നടന്ന കാര്യങ്ങളും ആരെയൊക്കെ കണ്ടുമുട്ടി എന്നുള്ളതും അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവ് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു. അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹം ചോദിക്കുന്നു, ആരെങ്കിലും വരിഷ്ഠരായിട്ടുള്ള ഭക്തരെ കാണാൻ സാധിച്ചു, ആരൊക്കെ കാണാൻ സാധിച്ചു എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇനി നമുക്ക് കാണാം 11ാമത്തെ ശ്ലോകത്തിൽ എന്താണ് ചോദിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ശ്ലോകം 11, അധ്യായം 13, സ്കന്ധം 1. അപി ന സുഹൃദസ്താത ബാന്ധവാ കൃഷ്ണദേവതാ ദൃഷ്ടാ ശ്രുതാവ യദവാ സ്വപൂര്യാം സുഖമാസത്തെ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. അപി ന സുഹൃദസ്താത ബാന്ധവാ കൃഷ്ണദേവതാഃ ദൃഷ്ടാ ശ്രുതാ വാ യദവാ സ്വപുര്യാം സുഖമാസത്തെ. ഹരേ കൃഷ്ണ. हरे कृष्ण प्रभु, प्रणाम. अभिना सुहृदस्तादा बांधवा कृष्ण देवता दृष्टा श्रुता वाद्यादवा स्वपुर्यां സുഖമാസതേ. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു. വേറെ ആരെങ്കിലും വിവർത്തനം ഭാവാർത്ഥം വായിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. എന്റെ ഇളയച്ഛൻ നിർബന്ധമായും ദ്വാരക സന്ദർശിച്ചിരിക്കും. ആ പുണ്യസ്ഥലങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സേവനത്തിൽ സദാ ആമഗ്നരായ യദുകുല വംശജരും ഞങ്ങളുടെ മിത്രങ്ങളും അഭ്യുദയകാംക്ഷികളും ഒക്കെ വസിക്കുന്നു. അങ്ങ് അവരെ സന്ദർശിച്ചിരിക്കാം, അല്ലെങ്കിൽ അവരെക്കുറിച്ച് ശ്രവിച്ചിരിക്കാം. അവരൊക്കെ അവിടെ ആമോദത്തോടെയാണോ വസിക്കുന്നത്? ഭാവാർത്ഥം: കൃഷ്ണ ദേവതാഹ എന്ന സവിശേഷ പദം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ സേവനത്തിൽ സദാ ആമഗ്നരായിരിക്കുന്നവർ എന്ന് അർത്ഥം. യാദവരും പാണ്ഡവരുമെല്ലാം വിതുരരെ പോലെ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിലും ചിന്തയിലും ഭഗവാന്റെ അതീന്ദ്രിയ കർമ്മങ്ങളിലും സദാ മുഴുകിയിരിക്കുന്ന ശുദ്ധഭക്തരാണ്. വിതുരർ സ്വമേധയാ കൊട്ടാരം ഉപേക്ഷിച്ചത് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ പൂർണ്ണമായി പ്രതിജ്ഞാർപ്പിതൻ ആകുവാനായിരുന്നു. അതേസമയം പാണ്ഡവരും യാദവരും എപ്പോഴും ഭഗവത് ചിന്തയിൽ ആമഗ്നരായിരുന്നു. ആകയാൽ അവരുടെ ശുദ്ധ ഭക്തിയുത ഗുണങ്ങളിൽ യാതൊരു അന്തരവുമില്ല. ഭവനത്തിലായാലും ഭവനം ഉപേക്ഷിച്ചിട്ടായാലും ഒരു ശുദ്ധഭക്തന്റെ യഥാർത്ഥ യോഗ്യത എന്നത് ഹിതകരമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിന്തയിൽ നിമഗ്നരായി തീരുകയാകുന്നു. അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് പരിപൂർണമായും ഗ്രഹിക്കുക. കംസനും ജരാസന്ധനും ശിശുപാലനുമൊക്കെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിന്തയിൽ സദാ ലീനരായിരുന്നു. എന്നാൽ അത് വ്യത്യസ്തമായൊരു തരത്തിലുള്ളതായിരുന്നു. അതായത് അവർ ശ്രീകൃഷ്ണ ഭഗവാനെ ശത്രുവായി കരുതുകയും അഹിതമായ രീതിയിൽ ചിന്തിക്കുകയും ചെയ്തിരുന്നു.
അല്ലെങ്കിൽ തങ്ങൾക്ക് പ്രതിയോഗിയായ അതിശക്തനായ ഒരാൾ എന്ന രീതിയിൽ മാത്രമായിരുന്നു അവർ സദാ ഭഗവത് ചിന്തയിൽ വ്യാപൃതരായിരുന്നത്. ആകയാൽ കംസനും ശിശുപാലനും ജരാസന്ധനും ഒക്കെ വിതുരരെയും പാണ്ഡവരെയും യാദവരെയും പോലെ ശ്രീകൃഷ്ണ ചിന്തയുടെ അതേ അർപ്പണ പദവിയിലായിരുന്നില്ല. മഹാരാജാവ് യുധിഷ്ഠിരൻ എപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാന്റെയും അദ്ദേഹത്തിന്റെ ദ്വാരകയിലെ സന്തത സഹചാരികളെയും കുറിച്ചുള്ള ചിന്തയിൽ ആമഗ്നരായിരുന്നു. അല്ലായിരുന്നുവെങ്കിൽ അവരെക്കുറിച്ചൊന്നും അദ്ദേഹം വിതുരരോട് അന്വേഷിക്കുമായിരുന്നില്ല. ആകയാൽ വിശ്വപ്രപഞ്ചത്തിന്റെ നിർവാഹക കാര്യങ്ങളിൽ സദാ ഏർപ്പെട്ട് ഇരുന്നുവെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാന്റെ അതീന്ദ്രിയ ഭക്തി സേവനത്തിൽ വിതുരരുടെ അതേ പദവിയിലായിരുന്നു യുധിഷ്ഠിരനും. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുന്നു, വിതുരരോട് ചോദിക്കുന്നു, വിതുര മഹാത്മനോട്, അദ്ദേഹത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട അദ്ദേഹം അച്ഛനെ പോലെയാണ് കാണുന്നത് വിതുരരെ. ചോദിക്കുന്നു, അങ്ങ് ദ്വാരകയിൽ പോയിട്ടുണ്ടാവുമല്ലേ? അങ്ങ് കുറേ പുണ്യസ്ഥലങ്ങളിൽ പോയി എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങ് ദ്വാരകയിലേക്ക് തീർച്ചയായിട്ടും പോയിട്ടുണ്ടാവുമല്ലേ എന്നാണ് ചോദിക്കുന്നത്. ദ്വാരകയിൽ ആരാണുള്ളത്? കൃഷ്ണനുള്ള സ്ഥലമാണ്. അവിടെ ദ്വാരകയിലുള്ള യദു വംശത്തിലുള്ള എല്ലാവരും നമ്മുടെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. അവരെയൊക്കെ കാണുവാൻ സാധിച്ചുവോ, കണ്ടുവോ? അവരെല്ലാവരും ഭഗവാൻ കൃഷ്ണൻ്റെ സേവനത്തിൽ വ്യാപൃതരാണ്. എപ്പോഴും ഭഗവാന്റെ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യദു വംശത്തിലെ എല്ലാവരും. അപ്പോൾ അങ്ങേക്ക് അവരെ കാണാനുള്ളൊരു അവസരം കിട്ടിയോ? അല്ലെങ്കിൽ അങ്ങ് അവരെക്കുറിച്ച് കേട്ടുവോ? അവരെല്ലാവരും സന്തോഷമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടോ? എല്ലാവർക്കും സുഖമാണോ എന്നാണ് ചോദിക്കുന്നത്. വിതുരരോട് ചോദിക്കുന്നു യുധിഷ്ഠിര മഹാരാജാവ്. ശീലപ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഇവിടെ ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാം, ബന്ധവാഹ കൃഷ്ണദേവതാഹ. കൃഷ്ണദേവതാഹ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് ഭഗവാൻ കൃഷ്ണനെ സദാസമയം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പോൾ ഇവിടെ യദുവംശത്തിലെ എല്ലാവരും, ദ്വാരകയിലുള്ള ദ്വാരകവാസികളെല്ലാവരും യദുവംശത്തിലെ എല്ലാവരും ഭഗവാന് വേണ്ടി, കൃഷ്ണന് വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരെപ്പോഴും അതിൽ തിരക്കാണ് അവർക്ക്, അല്ലെങ്കിൽ ഭഗവാന്റെ സർവീസിൽ അവർ മുഴുകിയിരിക്കുകയാണ്. ശീലപ്രഭുപാദ് പറയുന്നു, യാദവരാണെങ്കിലും പാണ്ഡവരാണെങ്കിലും രണ്ട് കൂട്ടരും, യാദവരാണെങ്കിലും പാണ്ഡവരാണെങ്കിലും അവർക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, ഭഗവാനെ സേവനം ചെയ്യുക എന്നുള്ളത്. അവർ എപ്പോഴും അവരുടെ ചിന്തയും അവരുടെ പ്രവൃത്തിയും അങ്ങനെയായിരിക്കും. ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭഗവത് സേവനങ്ങൾ ചെയ്യുവാൻ അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ യാദവരാവട്ടെ പാണ്ഡവരാവട്ടെ ഇവരെല്ലാവരും വിതുരരെ പോലെ ശുദ്ധഭക്തരാണ് എന്നുള്ളതാണ് ശീലപ്രഭുപാദിയുടെ പറയുന്നത്. വിതുരൻ ശുദ്ധഭക്തനാണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെയാണ് യാദവരും പാണ്ഡവരും. വിതുരര് വീട് ഉപേക്ഷിച്ച് പോകുന്നു, തീർത്ഥാടനത്തിനായി പോകുന്നു. അവിടെ അദ്ദേഹം പോകുന്നത് വെറുതെ പോകുന്നതല്ല, അവിടെയും അദ്ദേഹം ഭക്തിയുത സേവനങ്ങൾ ചെയ്യുവാൻ വേണ്ടി, കൂടുതൽ ഭക്തിയിൽ അദ്ദേഹം മുഴുകാൻ വേണ്ടിയിട്ട് പോയതാണ്. അതേപോലെ തന്നെ പാണ്ഡവരും യാദവരും അവിടെ തന്നെയുണ്ട്. പക്ഷേ അവർ ഭഗവത് സേവനങ്ങളിൽ അവരെപ്പോഴും മുഴുകിയിരിക്കുകയാണ്, എപ്പോഴും ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഈ മൂന്ന് കൂട്ടരുടെയും ആ ഒരു ആധ്യാത്മിക തലത്തിലുള്ള, അതീന്ദ്രിയ തലത്തിലുള്ള ആ ഒരു അവസ്ഥ നോക്കുവാണെങ്കിൽ എല്ലാവരും ഒരേപോലെയാണ്. അപ്പോൾ വീട്ടിലിരിക്കുന്നതാണെങ്കിലും വിടുന്ന് പോവുകയാണെങ്കിലും ഒരു ഭക്തനെ സംബന്ധിച്ച് ഏത് സിറ്റുവേഷനിലും ഏത് അവസരത്തിലും അവർ ഭഗവാനെ സേവനം ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അത് വീട്ടിലിരിക്കുന്ന സമയത്ത് ആ വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ ചെയ്യാൻ സാധിക്കും, അങ്ങനെ ഭഗവത് സേവനങ്ങൾ ചെയ്യുന്നു. വീട്ടിന് പുറത്ത് പോവുകയാണെങ്കിൽ, എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, തീർത്ഥാടനത്തിന് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ ആ അവസരത്തിൽ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഭഗവത് സേവനങ്ങൾ ചെയ്യാൻ സാധിക്കും അത് ചെയ്യുവാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഭക്തരെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഏത് സാഹചര്യമാണെങ്കിലും അത് ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. പിന്നീട് ശീലപ്രഭുപാദി പറയുന്നു, ഇവർ സേവനങ്ങൾ ചെയ്യുന്നത് വെറുതെ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല, അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ, ഭഗവാൻ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ആനുകൂല്യേന കൃഷ്ണ അനുശീലനം ഭക്തിർ ഉത്തമ ഭക്തിയുടെ ഡെഫിനിഷൻ ശീല രൂപ ഗോസ്വാമി ഭക്തിരസാമൃത സിന്ധുവിൽ പറഞ്ഞിട്ടുണ്ട്.
കംസ, ജരാസന്ധ, ശിശുപാല ഇങ്ങനെയുള്ളവരും എപ്പോഴും ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. പക്ഷേ അവർ അനുകൂലമായിട്ടായിരുന്നില്ല ചിന്തിക്കുന്നുണ്ടായിരുന്നത്, പ്രതികൂലമായിട്ടായിരുന്നു. അപ്പോൾ അതിനെ ഭക്തി എന്ന് വിളിക്കാൻ സാധിക്കില്ല, ശുദ്ധഭക്തി എന്ന് വിളിക്കാൻ സാധിക്കില്ല. പക്ഷേ അവർ ചെയ്ത കാര്യവും വലിയ കാര്യമാണ്. അത് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇപ്പോൾ ഉത്തമ ഭക്തിയുടെ പരിഭാഷ സൂത്രമാണ്, അല്ലെങ്കിൽ പരിഭാഷ സൂത്രം ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ നമ്മൾ എപ്പോഴും പറയുന്ന അന്യാഭിലാഷിത ശൂന്യം ജ്ഞാനകർമാദിയനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിരുത്തമ. അപ്പോൾ ശ്രീല രൂപഗോസ്വാമി ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഭക്തിരസാമൃത സിന്ധുവിൽ അദ്ദേഹം പറയുന്നു, ഈ ഒരു ശ്ലോകത്തിന് 2 ഭാഗങ്ങളായിട്ട് പറയുന്നു. നമ്മുടെ ആചാര്യന്മാർ പറയുന്നു, അതായത് ലക്ഷണങ്ങൾ പറയാണ്. ഒന്ന് ഗൗണലക്ഷണം അല്ലെങ്കിൽ തടസ്ഥ ലക്ഷണം, പിന്നെ പറയുന്ന മുഖ്യ ലക്ഷണം അല്ലെങ്കിൽ സ്വരൂപ ലക്ഷണം. എന്താണ് ഉദ്ദേശിക്കുന്നത്? തടസ്ഥ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഉത്തമ ഭക്തിയുടെ തടസ്ഥ ലക്ഷണം, ഉത്തമ ഭക്തിയുടെ സ്വരൂപ ലക്ഷണം അല്ലെങ്കിൽ മുഖ്യ ലക്ഷണം, ഇങ്ങനെയാണ് അദ്ദേഹം ഡിവൈഡ് ചെയ്യുന്നത്. തടസ്ഥ ലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൗണലക്ഷണം എന്നും കൂടെ പറയും. അതായത് ഈ ഉത്തമ ഭക്തിയുടെ ഗൗണലക്ഷണം, സെക്കൻഡറി ക്യാരക്ടറിസ്റ്റിക്സ്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സും സെക്കൻഡറി ക്യാരക്ടറിസ്റ്റിക്സും. പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് പറയുന്നത് മുഖ്യ ലക്ഷണം അല്ലെങ്കിൽ സ്വരൂപ ലക്ഷണമെന്ന്. സെക്കൻഡറി ക്യാരക്ടറിസ്റ്റിക്സിനെ പറയുന്നു തടസ്ഥ ലക്ഷണം എന്ന് ഇനിയാണ് വിളിക്കുന്നത്. അന്യാഭിലാഷിത ശൂന്യം എന്ന് പറയുന്നത് അത് തടസ്ഥ ലക്ഷണമാണ്. കാര്യം ആ അഭിലാഷങ്ങളില്ലാതെ, അതായത് അന്യ അഭിലാഷങ്ങൾ, അതായത് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളോ അന്യ അഭിലാഷങ്ങളോ ഇല്ലാതെ ജ്ഞാനകർമാദി അനാവൃതം, അതും ആക്ച്വലി തടസ്ഥ ലക്ഷണമാണ്. കാര്യം അവിടെ പറയുന്നത് എന്താണ്? ജ്ഞാനകർമാദി അനാവൃതം, അതായത് ജ്ഞാനമാവട്ടെ, അതായത് ഈ നിരാകാരവാദം, നിരാകാര ജ്ഞാനം, ആ ജ്ഞാനം, അല്ലെങ്കിൽ ഈ പറയുന്ന കർമ്മികൾ ചിന്തിക്കുന്ന പോലെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ വേണ്ടി, ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള കർമ്മങ്ങൾ, അനാവൃതം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളതെല്ലാം മാറ്റിവെക്കുക അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തുന്നത്. അതാണ് ഉത്തമഭക്തിയുടെ ലക്ഷണം പറയുന്നത്. അതായത് ജ്ഞാനവും കർമ്മവും ജ്ഞാനമാവട്ടെ കർമ്മമാവട്ടെ അനാവൃതം, അങ്ങനെയുള്ളതൊന്നും ഇല്ലാത്തത്, എന്നാൽ അന്യ അഭിലാഷങ്ങളില്ലാത്തത്, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളില്ലാത്തത്. ഇതാണ് ഉത്തമഭക്തിയുടെ ലക്ഷണം. എന്ത് ലക്ഷണമാണ്? ഗൗണലക്ഷണം, തടസ്ഥ ലക്ഷണം. ഇനി മുഖ്യ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല, ആദ്യത്തെ 2 വരിയാണ്, രണ്ടാമത്തെ വരിയാണ്, മൂന്നാമത്തെ വരി, ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിർ ഉത്തമ. ഇതാണ് മുഖ്യ ലക്ഷണം. അതായത് ഉത്തമ ഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും, അനുകൂലമായിട്ടുള്ള കൃഷ്ണ അനുശീലനം, അനുകൂലമായിട്ടുള്ള ശീലം. അനുശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം, അതായത് നമ്മൾ നമ്മുടെ പൂർവിക ആചാര്യന്മാരെ ഫോളോ ചെയ്യുന്ന കാര്യം. ശീലനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുന്നു, മറ്റുള്ള ഗുരുജനങ്ങളെ ഫോളോ ചെയ്യുന്ന കാര്യത്തെയാണ്. അത് നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നു, നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. ആ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? പൂർവികരുടെ അല്ലെങ്കിൽ ആചാര്യന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ ഗുരുജനങ്ങളുടെ അവരുടെ പാത പിന്തുടർന്നുകൊണ്ട് ചെയ്യുന്നതിനെയാണ് അനുശീലനം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ആക്ച്വലി ഇതിനും കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. അതിനി എന്തെങ്കിലും ഭക്തി രസാമൃത സിന്ധു നമ്മൾ പഠിക്കുന്ന സമയത്ത് കൂടുതൽ ചർച്ച ചെയ്യാം. ഇനി അനുശീലനത്തിന് 2 ഭാഗങ്ങളുണ്ട്, ചേഷ്ടരൂപ, ഭാവരൂപ. ഞാൻ അവിടേക്ക് പോകുന്നില്ല എന്തായാലും. ഓക്കെ, കൃഷ്ണാനുശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ കൃഷ്ണന് സേവനം ചെയ്യുന്നു. അതായത് ഭഗവാൻ കൃഷ്ണന് വേണ്ടി സേവനങ്ങൾ ചെയ്യുക. കൃഷ്ണ അനുശീലനം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. കൃഷ്ണാനുശീലനം എന്ന് പറയുമ്പോൾ അവിടെ ഭഗവാൻ വന്നു. അനുശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആക്ടിവിറ്റീസ് ചെയ്യുന്നു, പൂർവികരെ അല്ലെങ്കിൽ നമ്മുടെ ഗുരുജനങ്ങളുടെ പാത പിന്തുടർന്നുകൊണ്ട്. പക്ഷെ ആർക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്? ആക്ടിവിറ്റീസ് സർവീസ് ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? കൃഷ്ണ. അപ്പോൾ ഭഗവാന് വേണ്ടി അത് ചെയ്യുമ്പോൾ, അനുശീലനം ചെയ്യുമ്പോൾ അതിനെയാണ് കൃഷ്ണാനുശീലനം എന്ന് പറയുന്നത്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ, കൃഷ്ണൻ എന്ന് പറഞ്ഞെങ്കിൽ കൃഷ്ണനാവാം, കൃഷ്ണൻ്റെ മറ്റുള്ള വിസ്തരണങ്ങളാവാം, നരസിംഹദേവനാവാം, ഇനി ഗുരുവാവാം. ഗുരുവും ഭഗവാൻ കൃഷ്ണൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ ഗുരുവിനെ സേവിക്കുന്നതും കൃഷ്ണാനുശീലനമാണ്. കൃഷ്ണാനുശീലനം
ആനുകൂല്യന. ഈ കൃഷ്ണാനുശീലനം അതായത് ഭഗവാന് വേണ്ടിയിട്ടോ ഗുരുവിന് വേണ്ടിയിട്ടോ ചെയ്യുന്ന ആ പ്രേമപൂരിതമായിട്ടുള്ള സേവനങ്ങൾ നമ്മുടെ പൂർവ ആചാര്യന്മാരുടെ ഗുരുജനങ്ങളുടെ പാത പിന്തുടർന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആ ശീലനം കൃഷ്ണാനുശീലനം എങ്ങനെയായിരിക്കണം? അനുകൂലമായിരിക്കണം. അതാണ് അടുത്ത പോയിന്റ്. അനുകൂലമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേവറബിൾ ആവണം. അതായത് അതിൻ്റെ പുറകിലുള്ള ഇൻറ്റൻഷൻ കറക്റ്റ് ആവണം. ആനുകൂല്യന കൃഷ്ണാനുശീലനം അനുകൂലമായിട്ടുള്ളതായിരിക്കും, അല്ലാതെ പ്രതികൂലമായിട്ടുള്ളതാവരുത്. ഇവിടെ നമ്മൾ കാണുന്ന ഉദാഹരണങ്ങൾ നോക്കുവാണെങ്കിൽ, വേറെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആചാര്യന്മാർ പറയുന്നു, കൃഷ്ണൻ എങ്ങനെയാണോ ഇപ്പോൾ ഭഗവാൻ കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു നമ്മുടെ ഹിരണ്യാക്ഷനുമായിട്ട് യുദ്ധം ചെയ്യുന്നു അല്ലേ? ഇതേപോലെ ഹിരണ്യാക്ഷനായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. കൃഷ്ണൻ ഒരുപാട് അസുരന്മാരായിട്ട് അദ്ദേഹം യുദ്ധങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? അദ്ദേഹം ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ യുദ്ധത്തിലൂടെ കൃഷ്ണന് എന്തെങ്കിലും ഒരു സുഖം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആനന്ദം കിട്ടുന്നുണ്ടോ? ആക്ച്വലി ഒരു വീരരസം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. വീരരസം എന്ന് പറയുന്നത് ഒരു രസമാണ്, അല്ലെങ്കിൽ നമ്മൾ ശാന്ത ദാസ്യ സഖ്യ വാത്സല്യ മാധുര്യ എന്ന് പറയുന്നത്, അത് പ്രൈമറി ഗുണങ്ങൾ, ഇപ്പോൾ പ്രൈമറി രസങ്ങൾ. അതേപോലെ ഇനിയും ഒരു 7 രസങ്ങൾ കൂടെയുണ്ട്. അതിനെ സെക്കൻഡറി, ഇവിടെ നേരെ പറഞ്ഞ പോലെ ഗൗണ രസങ്ങളാണ്. അപ്പോൾ ആ വീരരസം എന്ന് പറയുന്നത് ഒരു ഭാവമാണ്, അല്ലെങ്കിൽ ഒരു രസമാണ്. അപ്പോൾ ആ വീരരസം ഭഗവാൻ ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹം യുദ്ധം ചെയ്യുമ്പോഴും ഒക്കെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ വീരരസം കിട്ടുന്നു, ശരിയാണ്. ഇപ്പോൾ ഹിരണ്യാക്ഷൻ ഭഗവാനെ ഉപദ്രവിക്കുന്ന, അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഭഗവാന് സന്തോഷമായിരുന്നു. കാര്യം ഹിരണ്യാക്ഷൻ അടിക്കുന്ന ഓരോ അടിയും വരാഹദേവൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അത് കൊള്ളുകയായിരുന്നു. കാര്യം അദ്ദേഹത്തെ മസാജ് ചെയ്യുന്ന പോലെ ഒരു ഫീലിങ്സ് ആയിരുന്നു ആർക്കുണ്ടായിരുന്നു? വരാഹദേവനുണ്ടായിരുന്നു. അതുകൊണ്ട് വരാഹദേവൻ ഹാപ്പിയായി ആക്ച്വലി. എന്നാൽ വീരരസമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്, സന്തോഷമുണ്ട് അദ്ദേഹത്തിന് ഫൈറ്റ് ചെയ്യുമ്പോൾ. പക്ഷേ ചിരിക്കുന്നുമുണ്ട് അദ്ദേഹം. നേരെ മറിച്ച് യശോദാമ്മ പാല് കുടിക്കുന്ന, ഭഗവാൻ കൃഷ്ണന് പാല് കൊടുക്കുന്ന സമയത്ത് ദാമോദര ലീല നടക്കുന്നത് നമുക്കറിയാം അല്ലേ? ആ സമയത്ത് അടുപ്പത്തുള്ള പാലിനെ മാറ്റിവെക്കാൻ വേണ്ടി ഓടിപ്പോകുമ്പോൾ കൃഷ്ണനെ മാറ്റിവെച്ചുകൊണ്ട് പെട്ടെന്ന് മാറ്റിവെക്കുന്നു. അപ്പോൾ കൃഷ്ണൻ എന്താണ് സംഭവിക്കുന്നത്? കൃഷ്ണന് ദേഷ്യം വരുന്നു. ഇവിടെ വരാഹദേവൻ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് അടി കിട്ടുമ്പോൾ, ഇടിക്കുമ്പോൾ. കാര്യം അദ്ദേഹത്തിന് മസാജ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. നേരെ മറിച്ച് ദാമോദര ലീലയിൽ കൃഷ്ണൻ കരയുന്നു, ദേഷ്യം വരുന്നു. ദേഷ്യം വന്നതിന് ശേഷം പിന്നെ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ നോക്കുവാണെങ്കിൽ ഒരു ആദ്യത്തെ എക്സാമ്പിളിൽ കൃഷ്ണൻ അല്ലെങ്കിൽ ഭഗവാൻ സന്തോഷിക്കുന്നുണ്ട് വരാഹദേവൻ, കാര്യം വീരരസം ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ ആരിൽ നിന്നാണ് അത് അനുഭവിക്കുന്നുണ്ടായിരുന്നത്? ഹിരണ്യാക്ഷനിൽ നിന്ന്. ഹിരണ്യാക്ഷൻ അത് ഓക്കെ, വരാഹദേവന് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ യുദ്ധം ചെയ്യട്ടെ എന്നാണോ അദ്ദേഹം വിചാരിക്കുന്നതല്ല. എങ്ങനെയെങ്കിലും വരാഹദേവനെ കൊല്ലണമെന്നുള്ള ചിന്തയിലാണ് ചെയ്യുന്നത്. അതായത് ദേഷ്യത്തോടു കൂടിയിട്ടും അദ്ദേഹം ആ അനുകൂലമായിട്ടുള്ള രീതിയിലല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് യശോദറാണി കൃഷ്ണനെ മാറ്റിവെക്കുന്നു പാല് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ. കൃഷ്ണൻ അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ യശോദറാണിയുടെ ഉദ്ദേശം നല്ലതായിരുന്നു. കാര്യം ആ പാല് കൃഷ്ണന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. ആ പാലിൽ നിന്ന് ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കി കൃഷ്ണന് കൊടുക്കണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് അമ്മ ആ പാല് പോയി അടുപ്പത്തു നിന്ന് മാറ്റിവെക്കാൻ ഓടിപ്പോവാണ് ചെയ്യുന്നത്. അപ്പോൾ യശോദറാണി അങ്ങനെ ചെയ്യുന്നതിൻ്റെ പുറകിൽ അനുകൂലമായിട്ടുള്ളതായിരുന്നു. ഇതിനെയാണ് ആനുകൂല്യേന കൃഷ്ണാനുശീലനം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടുപേരും ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാനെ, അതായത് ഒന്ന് നമ്മൾ എക്സ്റ്റേണലി നോക്കുമ്പോൾ ഭഗവാൻ കരയുകയാണ് ചെയ്യുന്നത്, ദേഷ്യം വരുവാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ പുറകിലുണ്ടായിരുന്ന കാരണം നോക്കുമ്പോൾ അത് പോസിറ്റീവായിട്ടുള്ളതാണ്, അനുകൂലമായിട്ടുള്ളതാണ്. എന്നാൽ നേരെ മറിച്ച് ഹിരണ്യാക്ഷൻ്റെ കേസാണെങ്കിൽ അത് അനുകൂലമല്ല, പ്രതികൂലമാണ്. അതേപോലെ ഇവിടെ നോക്കുവാണെങ്കിൽ കംസൻ്റെ കാര്യം പറയുന്നു, ജരാസന്ധൻ്റെ കാര്യം പറയുന്നു, ശിശുപാലൻ്റെ കാര്യം പറയുന്നു. ഇവരെല്ലാവരും അസുരന്മാരായിരുന്നു. അവരെപ്പോഴും ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ട് അവർ പ്രതികൂലമായിട്ടോ അനുകൂലമായിട്ടോ? പ്രതികൂലമായിട്ടായിരുന്നു, അനുകൂലമായിട്ടായിരുന്നില്ല അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നത്. ശിശുപാലൻ ഭഗവാനോട് അസൂയായിരുന്നു, ജരാസന്ധനും ദേഷ്യമായിരുന്നു, കംസനാണെങ്കിൽ പേടിയായിരുന്നു.
എന്നാൽ ഈ മൂന്ന് കൂട്ടരും സദാസമയം ഭഗവാനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു, പ്രതികൂലമാണെങ്കിലും. അതുകൊണ്ട് തന്നെയാണ് കംസനും ശിശുപാലനും ഒക്കെ എന്ത് സംഭവിക്കുന്നത്, അവർക്കൊക്കെ മുക്തി കിട്ടുന്നത്. ഭഗവാന്റെ കൈ കൊണ്ട് അവർ മരിക്കുന്നതും അവർക്ക് മുക്തി കിട്ടാനുള്ള കാരണം എന്താണ്? കാര്യം അവർ പ്രതികൂലമായിട്ടാവട്ടെ ചിന്തിക്കുന്നത്, പക്ഷേ അവർ സദാസമയം 24 മണിക്കൂറും ഭഗവാന്റെ ചിന്തയിലായിരുന്നു. ആ ചിന്ത ഉള്ളത് കൊണ്ട് ഭഗവാൻ നോക്കുന്നില്ല. ഇതാണ് പറയുന്നത് സമൂഹം സർവഭൂതേഷു. ഭഗവാന്റെ ക്വാളിറ്റിയാണിത്. എങ്ങനെ ചിന്തിക്കുന്നു, അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് പോലും ഭഗവാൻ നോക്കുന്നില്ല. ഓക്കെ, എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു, ഓക്കെ, അത്ര മാത്രമേ അതിന് നോക്കുന്നുള്ളൂ. ഓക്കെ, എന്നാൽ അവർക്ക് മുക്തി കൊടുക്കാം എന്ന് പറഞ്ഞ് കംസനും ശിശുപാലനും ഒക്കെ മുക്തി കൊടുക്കുന്നു. ഇപ്പം ഈ ഒരു സെക്ഷൻ ആക്ച്വലി 7ാമത്തെ സ്കന്ധത്തിൽ പ്രഹ്ലാദ് മഹാരാജൻ്റെ ആ ചരിത്രം പറയുന്നു. അതിന് തുടക്കത്തിൽ, ആ ഒരു സ്കന്ധത്തിൻ്റെ തുടക്കത്തിൽ യുധിഷ്ഠിര മഹാരാജാവ് നാരദ മുനിയോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എന്തുകൊണ്ട് ശിശുപാലന് കിട്ടി, മുക്തി കിട്ടുന്നു? ഞാൻ നേരിട്ട് കണ്ടതാണ്. യുധിഷ്ഠിര മഹാരാജാവ് പറയാണ്, ഞാൻ നേരിട്ട് കണ്ടതാണ്. ആ സഭയിൽ നിന്ന് ശിശുപാലൻ ഇങ്ങനെ ഭഗവാനെക്കുറിച്ച് മോശമായി പറയുമ്പോൾ ശിശുപാലനെ ഭഗവാൻ കൊല്ലുന്നു. എന്നാൽ നേരെ ഭഗവാന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതും കണ്ടു ആത്മാവ്. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് യുധിഷ്ഠിര മഹാരാജാവ് അത്ഭുതമായി, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പോഴാണ് നാരദമുനി ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അവിടെ പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ ചിന്ത, ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു അവർ, നെഗറ്റീവായിട്ടാണെങ്കിലും. അത്രമാത്രം ശക്തിയുണ്ട്. ഓക്കെ, എനിവേ നമ്മളത് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കംസനെ ശിശുപാലനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല പറയുന്നത്. നമ്മൾ അനുകൂലമായിട്ട് തന്നെയാണ് ഭഗവാനെ സേവിക്കേണ്ടത്, ഭഗവാനെ സ്നേഹിക്കേണ്ടത്, ഭഗവാനെ ആരാധിക്കേണ്ടത്. എന്നാൽ കംസനും ശിശുപാലൻ പോലും, അവർക്ക് പോലും മുക്തി കിട്ടുന്നു. അപ്പോൾ എന്തുകൊണ്ട് അനുകൂലമായിട്ട് ഭഗവാനെ സ്നേഹിക്കുന്നവർക്ക്, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നവർക്ക് എന്തുകൊണ്ട് നമ്മളെ ഭഗവാൻ രക്ഷിക്കില്ല? നമ്മളെ ഇവിടെ നിന്ന് ഭഗവാൻ എടുത്ത് കൊണ്ടുപോകില്ല? തീർച്ചയായിട്ടും കൊണ്ടുപോകും. കംസനും ശിശുപാലനും അത് കിട്ടിയെന്നുണ്ടെങ്കിൽ, അവർക്ക് മുക്തി കൊടുത്തു എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് കിട്ടിക്കൂടാ? നമുക്ക് മുക്തിയല്ല, ഭക്തി, ശുദ്ധഭക്തി തരും ഭഗവാൻ. അതാണ്. എന്നാൽ ഇതൊക്കെ എക്സാമ്പിളാണ് ഭഗവാന്റെ കാരുണ്യത്തെ, ഭഗവാന്റെ കൃപ, ഭഗവാന്റെ മഹാത്മ്യമാണത്. ശത്രുക്കൾക്ക് പോലും അദ്ദേഹം അവരുടെ നന്മയും നോക്കുന്നു. അതാണ് ഭഗവാൻ. അപ്പോൾ ഇവിടെ ശീലപ്രഭാജി പറഞ്ഞു, യുധിഷ്ഠിര മഹാരാജാവും വിതുരരും ഇവരൊക്കെ വരിഷ്ഠരായിട്ടുള്ള ഭക്തരാണ്. അവരൊക്കെ ഒരേപോലെ വരിഷ്ഠരായിട്ടുള്ളവരാണ്. അങ്ങനെയുള്ളവർ എപ്പോഴും ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. ഇന്ന് നേരത്തെ ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതി പറഞ്ഞ പോലെ യദു വംശത്തിലുള്ളവരും പാണ്ഡവരും ഇവരൊക്കെ എപ്പോഴും സദാസമയം ഭഗവത് സേവനങ്ങൾ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഓക്കെ, ഇനി ഫർദർ എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു നോക്കാം. ശ്ലോകം 12. ഇതി ഉക്തോ ധർമ്മരാജേന സർവം തത് സമവർണയത് യദാനുഭൂതാം ക്രമശോ വിനാ യദു കുലക്ഷയം. യെസ്. ഹരേ കൃഷ്ണ പ്രഭു പ്രണാം. ഇതി യുക്തോ ധർമ്മരാജേന സർവം തത്സമവർണയത് യഥാനുഭൂതം ക്രമശോ വിനാ യദുകുലക്ഷയം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഒരാൾക്ക് കൊണ്ട് വായിക്കാം ശ്ലോകം. ഹരേ കൃഷ്ണ പ്രഭുജി. വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇത്യുക്തോ ധർമ്മരാജേന സർവം തത്സജവർണയത് യഥാനുഭൂതം ക്രമശോ വിനാ യദുകുലക്ഷയം. ഹരേ കൃഷ്ണ. താങ്ക് യു. വിവർത്തനം. മഹാരാജാവ് യുധിഷ്ഠിരൻ, ശിലപ്രഭുപാദയ്ക്ക് ജയ്. വിവർത്തനം. മഹാരാജാവ് യുധിഷ്ഠിരൻ അപ്രകാരം ആരായുകയാൽ മഹാത്മാവ് വിതുരൻ അദ്ദേഹം സ്വയം അനുഭവിച്ചറിഞ്ഞതൊക്കെയും ഓരോന്നോരോന്നായി യദുവംശം ഉന്മൂലനം ചെയ്യപ്പെട്ട വൃത്താന്തമൊഴികെ, യദുവംശത്തിന്റെ നാശമൊഴികെ എല്ലാം സവിസ്തരം വിശദീകരിച്ചു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് മഹാത്മാ വിതുരർ പറഞ്ഞു തുടങ്ങുന്നു.
എല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു. ഓരോ കാര്യങ്ങളും ഓരോ സ്ഥലത്തുണ്ടായിട്ടുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് വിതുരർ പറഞ്ഞു. ഒരു കാര്യം ഒഴികെ യദുവംശത്തിൻ്റെ നാശത്തെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ടില്ല. കാര്യം അത് പറയാനുള്ള ശക്തിയില്ല അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത്രയും വിഷമമുള്ളത് കാരണം. കാര്യം ഭഗവാന്റെ ശുദ്ധ ഭക്തനായതുകൊണ്ട് അതൊന്നും പറയാൻ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എന്നാൽ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുന്നു. ഓക്കെ, മുന്നോട്ട് എന്താണെന്ന് നോക്കാം. നാനപ്രിയം ദുർവിഷഹം നൃണാം സ്വയം ഉപസ്ഥിതം നാവദേയത് സകരുണോ ദുഃഖിതാൻ ദ്രഷ്ടും അക്ഷമഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. നന്യപ്രിയം ദുർവിഷഹം നൃണാം സ്വയമുപസ്ഥിതം നവേദയേത് സകരുണോ ദുഃഖിതാൻ ദ്രഷ്ടുമക്ഷമഃ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഓക്കെ, വേറെ ആരെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ വായിക്കുക, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ. ഹരേ കൃഷ്ണ. നന്യപ്രിയം ദുർവിഷഃ നൃണാം സ്വയം ഉപസ്ഥിതം നാവേദയൽ സകരുണോ ദുഃഖിതാൻ ദ്രഷ്ടുമക്ഷമഃ. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം. Hare Krishna. Vivartanam and Bhavaर्थam by His Divine Grace A.C. Bhaktivedanta Swami Prabhupada, Srila Prabhupada Ki Jai. വിവർത്തനം. അത്യാഹിതങ്ങൾ കൂടപ്പിറപ്പായ പാണ്ഡവരെ ഒരു സമയത്തും ദുഃഖിതരായി ദർശിക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ കരുണാർദ്രനായ മഹാത്മാവായ വിതുര അത്യന്തം അപ്രിയവും അസഹ്യവുമായ ആ സംഭവത്തെ അവർക്ക് വെളിപ്പെടുത്തിയില്ല. ഭാവാർത്ഥം. നീതിശാസ്ത്രമനുസരിച്ച് മറ്റുള്ളവർക്ക് ദുഃഖഹേതുവാകുന്ന അപ്രിയ സത്യങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും വെളിപ്പെടുത്തരുത്. പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമായി ദുരിതങ്ങൾ സദാ നമ്മെ പിന്തുടരുന്നു. ആകയാൽ പ്രചരണം നടത്തി അതിനെ ഒരാൾ വർദ്ധിപ്പിച്ചുകൂടാ. വിതുരരെ പോലുള്ള കരുണാർദ്രരായ സത് ആത്മാക്കൾക്ക്, വിശേഷിച്ചും പാണ്ഡവരോട് അദ്ദേഹത്തിനുള്ള പ്രത്യേക പക്ഷപാതത്തെ കണക്കിലെടുക്കുമ്പോൾ യദുവംശത്തിന് സർവനാശം സംഭവിച്ചു എന്ന അപ്രിയ വൃത്താന്തം പാണ്ഡവരോട് വെളിപ്പെടുത്തുക അത്യന്തം അസഹ്യവും അസാധ്യവുമായ സംഗതിയായിരുന്നു. ആകയാൽ അദ്ദേഹം അതിൽ നിന്ന് മനഃപൂർവ്വം ഒഴിഞ്ഞുമാറി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. യുധിഷ്ഠിര മഹാരാജാവിനോട് എല്ലാ കാര്യങ്ങളും പറയുന്നു വിതുരർ. ഒരു കാര്യം ഒഴികെ യദുവംശത്തിലെ ആളുകളെക്കുറിച്ച് അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് പറയുന്നില്ല. കാര്യം വിതുരർക്കറിയാം പാണ്ഡവർക്ക് അത് താങ്ങാൻ സാധിക്കില്ല, അവരെ കൊണ്ട് അത് താങ്ങാൻ സാധിക്കില്ല. യദുവംശർക്കും കൃഷ്ണനും സംഭവിച്ചിട്ടുള്ളത്, കൃഷ്ണൻ തിരിച്ച് സ്വധാമത്തിലേക്ക് പോയി എന്നുള്ളതൊക്കെ പറയാൻ വേണ്ടി ഒന്ന് വിതുരർക്ക് ശക്തിയില്ല അതിനെക്കുറിച്ച് പറയാൻ. അതേപോലെ തന്നെ പാണ്ഡവർക്ക് അത് കേൾക്കാനുള്ള ശക്തിയുമില്ല എന്നറിയാം. കാര്യം അവർ തകർന്നു പോകും. അവർ വേറെ ഒന്നിനും വിഷമിക്കില്ല. അവർക്ക് എന്ത് പ്രശ്നം വന്നാലും അവർ വിഷമിക്കുന്നില്ല. പക്ഷേ കൃഷ്ണൻ്റെ ഭക്തർക്കും ഒക്കെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് താങ്ങാൻ പറ്റുന്നതല്ല. ഭക്തരും അങ്ങനെയായിരിക്കും. സ്വന്തം കുടുംബത്തിലെ ആളുകൾക്ക് സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് വിഷമം ഉണ്ടാവും. ശ്രീ ഗുരുവിന് എന്തെങ്കിലും വരുമ്പോൾ, അല്ലെങ്കിൽ ഭഗവാനെ ആരെങ്കിലും മോശമായിട്ട് പറയുന്നു, അല്ലെങ്കിൽ ഭഗവാനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു, അങ്ങനെയൊക്കെ അതൊക്കെ കേൾക്കുമ്പോഴാണ് ആളുകൾക്ക് കൂടുതൽ ശുദ്ധഭക്തർക്ക് കൂടുതൽ വിഷമം തോന്നുന്നത്. അവനവനെ ആരെന്ത് പറഞ്ഞാലും അവർക്ക് വിഷമം ഉണ്ടാവില്ല. ഇതൊക്കെ ഒരു ഭക്തരുടെ ലക്ഷണമാണ്. അപ്പോൾ വിതുരർക്കും പറയാൻ പറ്റുന്നില്ല, പാണ്ഡവർക്കത് കേൾക്കാനുള്ള ഒരു ശക്തിയുമില്ല എന്നറിയാവുന്നതുകൊണ്ട് മനഃപൂർവ്വം ഈ അപ്രിയമായിട്ടുള്ള സത്യം, ഇത് സത്യമാണ് പക്ഷെ അപ്രിയമാണ്, അതുകൊണ്ട് അപ്രിയമായിട്ടുള്ള സത്യം ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം അത് തൽക്കാലം മൂടി വയ്ക്കുന്നു. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, നീതിശാസ്ത്രപ്രകാരം പറയുന്നു, വിഷമമുള്ള കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് ദുഃഖം ആവും എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ, അതായത് അപ്രിയമായിട്ടുള്ള സത്യങ്ങൾ നമ്മൾ പറയാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ളത്
അത് പലപ്പോഴും പറയുകയാണെങ്കിൽ പോലും അത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്, അല്ലേ? നമ്മൾ ഭഗവത്ഗീതയിലും പഠിക്കുന്നുണ്ട്, അനുദ്വേഗകരം വാക്യം സത്യം പ്രിയം ഹിതം ചയത്, അല്ലേ? അതായത് ചില കാര്യങ്ങൾ അപ്രിയമായിരിക്കും, സത്യമായിരിക്കാം, പക്ഷേ അത് നമ്മളത് പറയുമ്പോൾ ആ ഒരു സിറ്റുവേഷനെ കൂടുതൽ ഒരു വിഷമമായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് നീതിശാസ്ത്രം പറയുന്നത്. അപ്പോൾ യദുവംശത്തിൻ്റെ നാശത്തെക്കുറിച്ച് അവർക്ക് സംഭവിച്ച കാര്യം പറയുവാൻ അദ്ദേഹം മടിച്ചു. അദ്ദേഹം തൽക്കാലം അത് പറയണ്ടെന്ന് വെച്ച് മാറ്റിവെച്ചു. ഇനി നോക്കാം അടുത്ത ശ്ലോകത്തിൽ. കഞ്ചിത് കാലം അതാവാത്സിത് സത്കൃതോ ദേവ വത്സുഖം ഭ്രാതുർ ജ്യേഷ്ഠസ്യ ശ്രേയസ്കൃത് സർവേഷാം സുഖമാവഹാൻ. ഓക്കെ, ശ്ലോകമാക്കി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. കഞ്ചിത് കാലമഥാവാത്സീത് സത്കൃതോ ദേവവത്സുഖം പ്രാതുർജ്യേഷ്ഠസ്യ ശ്രേയസ്കൃത് സർവേഷാം സുഖമാവഹൻ. ഹരേ കൃഷ്ണ. താങ്ക് യു. രജനി മാതാജി വായിക്കൂ, ശ്ലോകം വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭുജി. കഞ്ചിത് കാലമതാവാത്സീത് സത്കൃതോ ദേവവത്സുഖം പ്രാതുർജ്യേഷ്ഠസ്യ ശ്രേയസ്കൃത് സർവേഷാം പ്രീതിമാവഹൻ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു. വായിക്കട്ടെ. ഓം നമോ ഭഗവതേ. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഇപ്രകാരം ദൈവിക വ്യക്തിയെ പോലെ ബന്ധുജനങ്ങളാൽ സത്കരിക്കപ്പെട്ട വിതുരർ ജ്യേഷ്ഠ സഹോദരന്റെ മാനസികാവസ്ഥ നേരെയാക്കുന്നതിനു വേണ്ടി മാത്രം കുറച്ചു കാലം അവിടെ വസിച്ചു. അവിധം അദ്ദേഹം മറ്റുള്ളവർക്ക് ആനന്ദമേകി. ഭാവാർത്ഥം: വിതുരരെ പോലുള്ള സജ്ജനങ്ങളെ സ്വർഗലോകവാസികളെ പോലെ സത്കരിക്കണം. ആ കാലഘട്ടങ്ങളിൽ സ്വർഗലോകവാസികൾ മഹാരാജാവ് യുധിഷ്ഠിരനെ പോലുള്ളവരുടെ കൊട്ടാരങ്ങൾ സന്ദർശിക്കുന്നതും ചിലപ്പോഴൊക്കെ അർജുനനെ പോലുള്ളവരും മറ്റും ഉന്നത ലോകങ്ങൾ സന്ദർശിക്കുന്നതും പതിവായിരുന്നു. നാരദർ ഭൗതിക പ്രപഞ്ചങ്ങളിൽ മാത്രമല്ല ആത്മീയ പ്രപഞ്ചങ്ങളിലും യാതൊരു പ്രതിബന്ധവും കൂടാതെ സഞ്ചരിക്കാൻ കഴിയുന്ന ആകാശ സഞ്ചാരിയാണ്. മഹാരാജാവ് യുധിഷ്ഠിരന്റെ രാജകൊട്ടാരത്തിൽ നാരദർ പോലും പതിവായി സന്ദർശനം നടത്തിയിരുന്നു. അപ്പോൾ പിന്നെ സ്വർഗീയ ദേവന്മാരുടെ കാര്യം എന്തു പറയാനാണ്? ബന്ധപ്പെട്ട വ്യക്തികളുടെ ആത്മീയ സംസ്കാരം മാത്രമാണ് നിലവിലെ ശരീരത്തിൽ പോലുമുള്ള അന്തർലോക യാത്രകൾ സാധ്യമാക്കുന്നത്. ആകയാൽ മഹാരാജാവ് യുധിഷ്ഠിരൻ ദേവന്മാരെ സ്വീകരിക്കുന്ന അതേ വണ്ണം വിതുരരെയും സ്വീകരിച്ചു. മുമ്പേ തന്നെ സന്യാസി ജീവിതം സ്വീകരിക്കുകയാൽ മഹാത്മാവ് വിതുരർ കുറെ ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാനായിട്ടല്ല അദ്ദേഹത്തിന്റെ പിതൃകൊട്ടാരത്തിൽ മടങ്ങിച്ചെന്നത്. മഹാരാജാവ് യുധിഷ്ഠിരൻ അദ്ദേഹത്തിന് വേണ്ടി അർപ്പിച്ചതെല്ലാം സ്വന്തം ദയാവായ്പിനാലാണ് വിതുരർ സ്വീകരിച്ചത്. എന്നാൽ ഭൗതികതയിൽ വളരെയധികം അഭിനിവേശമുള്ള സ്വന്തം ജ്യേഷ്ഠ ഭ്രാതാവ് ധൃതരാഷ്ട്രരെ അവയിൽ നിന്നും മോചിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് വിതുരർ കൊട്ടാരത്തിൽ പാർത്തത്. ധൃതരാഷ്ട്രർക്ക് അദ്ദേഹത്തിന്റെ മുഴുവൻ രാജ്യവും സ്വപുത്രന്മാരും യുധിഷ്ഠിരനുമായുള്ള യുദ്ധത്തിൽ നഷ്ടപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന്റെ നിസ്സഹായനാണെന്ന ധാരണ മൂലം മഹാരാജാവ് യുധിഷ്ഠിരന്റെ സഹാനുഭൂതിയും ആതിഥ്യ മര്യാദയും സ്വീകരിക്കുന്നതിൽ ധൃതരാഷ്ട്രർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. യുധിഷ്ഠിരനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പിതൃ സഹോദരനെ വേണ്ടവിധം സംരക്ഷിക്കുകയെന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഉചിതമായ പെരുമാറ്റമായിരുന്നു. എന്നാൽ അത്തരം മഹാമനസ്കതയാലുള്ള ആതിഥ്യ മര്യാദ ധൃതരാഷ്ട്രർ സ്വീകരിക്കുന്നത് ഒട്ടും തന്നെ അഭികാമ്യമല്ലായിരുന്നു. മറ്റു മാർഗങ്ങളൊന്നും ഇല്ലെന്ന് ചിന്തിച്ചതിനാലായിരുന്നു അദ്ദേഹം അത് സ്വീകരിച്ചത്. ധൃതരാഷ്ട്രരെ ബോധവൽക്കരിച്ച് ആത്മീയ അവബോധത്തിന്റെ ഉന്നത തലത്തിലേക്ക് അദ്ദേഹത്തെ ഉയർത്തുവാനായിട്ടാണ് വിശേഷിച്ചും വിതുരർ ആഗതനായത്. പതിതാത്മാക്കളെ മോചിപ്പിക്കുക എന്നത് പ്രബുദ്ധരായ ആത്മാക്കളുടെ കർത്തവ്യമാണ്. അക്കാരണത്താലാണ് വിതുരർ ആഗതനായത്. എന്നാൽ ആത്മീയ പ്രബുദ്ധതയെ സംബന്ധിച്ച ചർച്ചകൾ അത്രത്തോളം നവോന്മേഷകരമാകയാൽ
ധൃതരാഷ്ട്രർക്ക് നിർദ്ദേശം നൽകുന്ന വേളയിൽ വിതുരർ സർവ്വ കുടുംബാംഗങ്ങളുടെയും ശ്രദ്ധയെ ആകർഷിക്കുകയും അവരെല്ലാവരും ക്ഷമയോടെ അദ്ദേഹം പറയുന്നത് ശ്രവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്തു. ആത്മീയ സാക്ഷാത്കാരത്തിന്റെ മാർഗം ഇതാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു. സാക്ഷാത്കാരം സിദ്ധിച്ച ആത്മാവാണ് പറഞ്ഞു തരുന്നതെങ്കിൽ ബദ്ധാത്മാവിന്റെ സുപ്തമായ ഹൃദയത്തിൽ അത് പ്രവർത്തിക്കുന്നു. മാത്രവുമല്ല, നിരന്തര ശ്രവണത്തിലൂടെ ഒരുവനെ ആത്മസാക്ഷാത്കാരത്തിന്റെ പരിപൂർണതാവസ്ഥയെ സ്ഥാപിക്കുവാൻ സാധിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നു, അങ്ങനെ മഹാത്മാ വിതുരർ കുറച്ചു കാലം യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കൂടെ അവിടെ കൊട്ടാരത്തിൽ, ധൃതരാഷ്ട്രമുണ്ട്, യുധിഷ്ഠിര മഹാരാജുണ്ട്, എല്ലാവരും ഉണ്ട്, പാണ്ഡവരുണ്ട്, എല്ലാവരുടെയും കൂടെ കൊട്ടാരത്തിൽ കുറച്ച് ദിവസം അദ്ദേഹം ചിലവഴിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി വിതുരർ കൂടെയുള്ളതുകൊണ്ട്, എല്ലാവർക്കും ഒരുപാട് അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നതുകൊണ്ട്. ശിലപ്രഭാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, വിതുരരെ പോലുള്ള സാധുക്കൾ അങ്ങനെ സാധുക്കളെ വളരെ നല്ല രീതിയിൽ അവരോട് പെരുമാറണം, നല്ല രീതിയിൽ അവർക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളത്. കാര്യം വിതുരർ സാധാരണ ഒരു വ്യക്തിയല്ല. വിതുരർ ഒന്ന് അവരുടെ ഫാമിലി മെമ്പർ ആണെന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഭഗവാന്റെ ഭക്തനാണ്, വൈഷ്ണവനാണ്. അപ്പോൾ അദ്ദേഹത്തെ സേവനം ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അതേപോലെ തന്നെ ചില സമയങ്ങളിൽ പലവരും സ്വർഗത്തിൽ നിന്നും മറ്റുള്ള ലോകങ്ങളിൽ നിന്നൊക്കെ അവിടെ വരാറുണ്ട് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക്. ചിലപ്പോൾ ദേവന്മാരൊക്കെ വരുന്നു, നാരദമുനി വരുന്നു. അവരൊക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. അത് കൾച്ചറാണ്. അപ്പം അങ്ങനെ തന്നെയാണ് യുധിഷ്ഠിര മഹാരാജാവും പാണ്ഡവരും ചെയ്തുകൊണ്ടിരുന്നതും. ഇവിടെ നമുക്ക് കാണാം, വിതുരർ അങ്ങനെ കൊട്ടാരത്തിൽ നിൽക്കുന്നു. പക്ഷെ നോക്കുവാണെങ്കിൽ വിതുരർ ഓൾറെഡി അദ്ദേഹം വിരക്തി നേടിയിട്ടുള്ളൊരു വ്യക്തിയാണ്. കാര്യം എല്ലാം ഉപേക്ഷിച്ച് പോയ വ്യക്തിയാണ്. അദ്ദേഹം തിരിച്ചു വന്ന് കൊട്ടാരത്തിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന് അവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട്, അവിടെയുള്ള സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാനോ വേണ്ടിയിട്ടല്ല അദ്ദേഹം വന്നിട്ടുള്ളത്. അദ്ദേഹം വന്നതിനൊരു കാര്യമുണ്ടായിരുന്നു, ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ഉദ്ദേശം ഒരേ ഒരു കാര്യമായിരുന്നു, ധൃതരാഷ്ട്രരെ എങ്ങനെയെങ്കിലും ഉദ്ധരിക്കുക. ധൃതരാഷ്ട്രർ ഇപ്പോഴും കണ്ണ് കാണാത്ത അവസ്ഥയിലാണ്. കണ്ണ് എന്ന് പറഞ്ഞ് കണ്ണ് ഫിസിക്കലി കാണുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഹൃദയവും അല്ലെങ്കിൽ മനസ്സും അങ്ങനെയാണ് അല്ലേ. ഭഗവത്ഗീതയിലെ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, അന്ധനാണ് അദ്ദേഹം, ആധ്യാത്മികതയിലും അന്ധനാണ് അദ്ദേഹം എന്നുള്ളത്. ധൃതരാഷ്ട്ര ഇപ്പോഴും യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കൂടെ നിൽക്കുവാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ എല്ലാവരും മരിച്ചു. ഇവരെല്ലാവരും മരിക്കുവാൻ യുധിഷ്ഠിര മഹാരാജാവും പാണ്ഡവരുമാണ് കാരണം, അല്ലെങ്കിൽ അവരുടെ കൈകൊണ്ടാണ് അവർ മരിക്കുന്നത്. എന്നിട്ടും ധൃതരാഷ്ട്രർ അവിടെ തന്നെ നിൽക്കുവാണ്. അപ്പോൾ വിതുരർ എങ്ങനെയെങ്കിലും, കാര്യം ഇപ്പോഴും ധൃതരാഷ്ട്രർക്ക് പൂർണ്ണമായിട്ടും ആ അറ്റാച്ച്മെൻറ്റ് പോയിട്ടില്ല പല കാര്യങ്ങളോടും, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോട്. അത് വിതുരർക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. ധൃതരാഷ്ട്രരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി, ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി വേറെ ആർക്കും സാധിക്കില്ല എന്നും വിതുരർക്ക് അറിയാം. അതുകൊണ്ട് അദ്ദേഹം അതിനു വേണ്ടി മാത്രം തിരിച്ചു വന്നതാണ്. ഓക്കെ, പാണ്ഡവരെ കാണണമെന്നുണ്ടായിരുന്നു. ആ ഒരു സന്തോഷത്തിൽ അവർക്ക് രാജ്യം തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അവരെ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിതുരർ വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ധൃതരാഷ്ട്രരെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ വഴിയിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ടായിരുന്നു, അല്ലാതെ വേറെ ഒന്നിനും ആയിരുന്നില്ല. അപ്പോൾ അതാണ്, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ആ കൊട്ടാരത്തിൽ കുറച്ചു കാലം നിൽക്കുന്നത്. ഇനി നമ്മൾ മുന്നോട്ട് കാണും എങ്ങനെയാണ് വിതുരർ ധൃതരാഷ്ട്രരോട് ഇത് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ശിലപ്രഭാജി ഭാവാർത്ഥത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു, ഇങ്ങനെ വരിഷ്ഠരായിട്ടുള്ള ആളുകൾ ആധ്യാത്മിക തലത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി അവർ സമയമെടുത്ത് വരുന്നു, നമ്മുടെ അടുത്തേക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമ്മളോട് പറയുന്നു. ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി അവർ നമുക്ക് വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അത് വളരെ സന്തോഷത്തോടു കൂടി ഭഗവാന്റെ കൃപയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെ സ്വീകരിക്കുക. എന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ, വരിഷ്ഠരായിട്ടുള്ളവർ പറയുന്നത് നമ്മൾ ശ്രദ്ധയോടെ കൂടി കേൾക്കുക. അങ്ങനെ കേട്ടുകൊണ്ട് അവർ പറയുന്നതനുസരിച്ചിട്ട് അത് നമ്മൾ ഫോളോ ചെയ്യുക. അങ്ങനെ ജീവിതം നമ്മൾ മാറ്റുക, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ ഉയരുവാനുള്ള ശ്രമം നമ്മൾ നടത്തുക. ആക്ച്വലി അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ വിതുരരെ പോലെ മഹാത്മാക്കൾ
ശുദ്ധ ഭക്തർ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക എന്ന് പറയുന്നത് തന്നെ മഹാസൗഭാഗ്യമാണ്. അപ്പോൾ ആ ഒരു സൗഭാഗ്യത്തെ നമ്മൾ തട്ടിക്കളയരുത്, അല്ലെങ്കിൽ ചീപ്പായിട്ട് എടുക്കരുത്. ശ്രീ ഗുരു നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് മഹാസൗഭാഗ്യമാണ്. വൈഷ്ണവർ, ശുദ്ധ ഭക്തർ അല്ലെങ്കിൽ നല്ല വൈഷ്ണവർ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവരുമായിട്ട് സംഘം കൂടാൻ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു സൗഭാഗ്യമാണ്. അപ്പോൾ അതൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ആ ഒരു അവസരം നമ്മൾ നല്ല രീതിയിൽ എടുത്തുകൊണ്ട് കൂടുതൽ ഭക്തിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഇതാണ് ചെയ്യേണ്ടത്. വരിഷ്ഠരായിട്ടുള്ള ഭക്തരിൽ നിന്ന് കേട്ട് ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അതാണ് പറയുന്നത് ഇവിടെ. ശ്ലോകം 15 ഒരു ശ്ലോകം കൂടെ നോക്കാം. അബീഭ്രത് ആര്യമാദണ്ഡം യഥാവത് അഖഖാരിഷു യാവത് ദധാര ശൂദ്രത്വം ശാപത് വർഷ ശതം യമഃ. ഓക്കെ, ശ്ലോകം. ഹരേ കൃഷ്ണ പ്രഭു. അബിഭ്രത് ആര്യമാദണ്ഡം യഥാ വധകാരിഷു യാവദധാരശൂദ്രത്വം ശാപദർശശതം യമഃ. ഹരേ കൃഷ്ണ പ്രഭു. ഓക്കെ, ഹരേ കൃഷ്ണ. അബിഭ്രത് ധര്യമാദണ്ഡം യഥാ വധകാരിഷു യാവദധാത് ശൂദ്രത്വം ശാപാദ്വർഷശതം യമ. ഹരേ കൃഷ്ണ. വിവർത്തനം വായിക്കട്ടെ പൂജി. ഹരേ കൃഷ്ണ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. മണ്ഡൂക മുനിയാൽ ശാപഗ്രസ്തനായ യമരാജൻ ശൂദ്രനായ വിതുരരായി ജീവിക്കുന്നിടത്തോളം കാലം പാപകർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരെ ശിക്ഷിക്കാനായി യമരാജാവിന്റെ പദവിയിൽ ആര്യമാൻ നിയുക്തനായി. ഭാവാർത്ഥം വായിക്കണം പൂജി. അതേ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വിതുരർ ശൂദ്ര സ്ത്രീയുടെ ഗർഭത്തിൽ ജനിച്ചവനാകയാൽ രാജദായക ക്രമം അനുസരിച്ചുള്ള പൈതൃകമായ സമ്മേളനത്തിൽ പോലും അദ്ദേഹത്തിന്റെ ഭ്രാതാക്കളായ ധൃതരാഷ്ട്രോടൊപ്പവും പാണ്ഡുവിനോടൊപ്പവും ഉപവിഷ്ടനാകുന്നത് അദ്ദേഹത്തിന് നിഷിദ്ധമായിരുന്നു. അങ്ങനെയെങ്കിൽ എപ്രകാരമാണ് ധൃതരാഷ്ട്രയെയും മഹാരാജാവ് യുധിഷ്ഠിരനെ പോലുള്ള ജ്ഞാനിയായ രാജാവിന്റെയും ക്ഷത്രിയരുടെയും മധ്യേ ഒരു പ്രാസംഗികന്റെ വേഷം അദ്ദേഹം കൈയടക്കിയത്? അത് സംബന്ധിച്ച പരമവും പ്രഥമവുമായ ഉത്തരം ജന്മം കൊണ്ട് അദ്ദേഹം ശൂദ്രനായി അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും മൈത്രേയ ഋഷിയുടെ പ്രാമാണികത്വത്തിൽ ആത്മീയ പ്രബുദ്ധതയ്ക്കായി ലോകം പരിത്യജിച്ച് അതീന്ദ്രിയ ജ്ഞാനത്തിൽ പൂർണ്ണമായും ശിക്ഷിതനാകയാൽ ആത്മീയ ആചാര്യൻ എന്ന സ്ഥാനം വഹിക്കാൻ സർവഥാ യോഗ്യനായി തീരുകയും ചെയ്തിരുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ മതമനുസരിച്ച് ഭഗവത് ശാസ്ത്രത്തിൽ സുജ്ഞാതനായ ഒരാൾ ബ്രാഹ്മണനോ ശൂദ്രനോ ഗൃഹസ്ഥാശ്രമിയോ സന്യാസിയോ ആരു തന്നെ ആയാലും ആത്മീയ ഗുരുവാകാൻ യോഗ്യനാകുന്നു. സാമാന്യ ശിഷ്ടാചാരപരമായ ധർമ്മസംഹിതയിൽ പോലും രാജതന്ത്രജ്ഞനും സന്മാർഗവാദിയുമായ ചാണക്യ പണ്ഡിതൻ മുറുകെ പിടിച്ച ധർമ്മസംഹിത ശൂദ്രകുലത്തോളം തന്നെ തരം താണ ഗ്രഹണീയമായ കുലത്തിൽ ജാതനായ വ്യക്തികളിൽ നിന്നും ജ്ഞാനമാർജിക്കുന്നത് ഹാനി വരുത്തുമെന്ന പരാമർശമില്ല. വിതുരർക്ക് ഒരു ജ്ഞാനോപദേശകനാകാനുള്ള യോഗ്യതയുണ്ടോ എന്ന പ്രശ്നത്തിന്റെ ഒരു വശമാണിത്. മറ്റൊരു വശം, യഥാർത്ഥത്തിൽ വിതുരർ ശൂദ്രനല്ല. മണ്ഡൂക മുനിയാൽ ശപിക്കപ്പെടുകയാൽ അദ്ദേഹത്തിന് ഒരു 100 വർഷം ശൂദ്രനായി ജീവിക്കേണ്ടി വന്നു. ബ്രഹ്മാവ്, നാരദൻ, ശിവൻ, കപിലൻ, ഭീഷ്മർ, പ്രഹ്ലാദൻ തുടങ്ങിയവരെ പോലെ ഉത്തുംഗ വ്യക്തിത്വങ്ങളുടെ അതേ പദവിയിലുള്ള ഒരാളാണ് അദ്ദേഹം. 12 മഹാജനങ്ങളിൽ ഒരാളായ യമരാജന്റെ അവതാരമാണ് അദ്ദേഹം. നാരദൻ, ബ്രഹ്മാവ് തുടങ്ങിയ 12 മഹാജനങ്ങളിൽ ഒരാളാകയാൽ അവരെ പോലെ തന്നെ ഭക്തിനിഷ്ഠയെ സംബന്ധിച്ച് ലോക ജനതയോട് പ്രഭാഷിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ധർമ്മമാകുന്നു. എന്നാൽ യമരാജൻ യമലോകത്ത് പാപകർമ്മങ്ങൾ ചെയ്തവരെ ശിക്ഷിക്കുന്നതിൽ സദാ വ്യാപൃതനായിരുന്നു. ഭൂമിയിൽ നിന്നും അനേകായിരം മൈൽ ദൂരത്തിലുള്ള യമലോകത്ത് മരണാനന്തരം പാപികളായ ആത്മാക്കളെ പിടിച്ചുകൊണ്ടു പോകാനും അവരവരുടെ പൂർവ്വകർമ്മ പാപങ്ങൾക്ക് അനുസൃതമായി കഠിന ശിക്ഷ വിധിക്കാനും ഭഗവാനാൽ നിയുക്തമാക്കപ്പെട്ടവനാണ് യമരാജൻ. ആകയാൽ പാപികളെ ശിക്ഷിക്കുന്ന ഉത്തരവാദിത്തപൂർണമായ കർമ്മത്തിൽ നിന്നും താൽക്കാലികമായിട്ട് യമരാജാവിന് അവധി ലഭിച്ചു. സത് ആത്മാക്കളെക്കാൾ ദുരാത്മാക്കളാണ് അധിക പക്ഷവുമുള്ളത്. ആകയാൽ ഭഗവാനാൽ നിയുക്ത
നിയുക്തരാക്കപ്പെട്ട മറ്റ് പ്രാമാണിക ദേവന്മാരെക്കാൾ അധികം കർമ്മം യമരാജന് ചെയ്യേണ്ടതായി വരുന്നു. എന്നാൽ അദ്ദേഹം ഭഗവത് മഹാത്മ്യങ്ങളെ കുറിച്ച് പ്രഭാഷിക്കാൻ ആഗ്രഹിച്ചു. യമരാജന്റെ ഇംഗിതം ഗ്രഹിച്ച പരമദിവ്യോത്തമ പുരുഷൻ വിതുരന്റെ രൂപത്തിൽ ഭൂമിയിൽ അവതരിക്കാനും ഒരു മഹാഭഗവത് ഭക്തനായി അത്യന്തം കഠിനമായി പ്രയത്നിക്കാനുമായി ഭഗവതേച്ഛയാൽ മണ്ഡൂക മുനിയാൽ ശപിക്കപ്പെട്ടു. അത്തരം ഒരു മഹാഭക്തൻ ശൂദ്രനോ ബ്രാഹ്മണനോ അല്ല. പരമദിവ്യോത്തമ പുരുഷൻ വരാഹ അവതാരം എടുത്തതുപോലെയാണ്. എന്നാൽ പരമദിവ്യോത്തമ പുരുഷൻ വരാഹമോ ബ്രഹ്മനോ അല്ല. അത്തരം ലൗകിക സാമൂഹ്യ വ്യവസ്ഥിതി വിഭാഗങ്ങൾക്ക് അതീന്ദ്രിയനാണ് അദ്ദേഹം. അദ്ദേഹം എല്ലാ ലൗകിക ജീവസത്തകൾക്കും അതീതനാണ്. ഭഗവാനും അദ്ദേഹത്തിന്റെ വിഭിന്ന പ്രാമാണിക ആധികാരിക ഭക്തർക്കും ബദ്ധാത്മാക്കളെ ഉദ്ധരിക്കാനായി പലപ്പോഴും നിരവധി അത്യന്തം നിന്ദ്യമായ ജീവസത്തകളായി അവതരിക്കേണ്ടതായി വരാറുണ്ട്. എന്നാൽ ഭഗവാനും അദ്ദേഹത്തിന്റെ ശുദ്ധഭക്തന്മാരും സദാ അതീന്ദ്രിയ പദവിയിലാകുന്നു. അപ്രകാരം യമരാജൻ സ്വയം വിതുരരായി അവതരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പദവിയിൽ കശ്യപന്റെയും അതിഥിയുടെയും അനേക പുത്രന്മാരിൽ ഒരാളായ ആര്യമാനെ കൃത്യനിർവഹണത്തിനായി പരമദിവ്യോത്തമ പുരുഷൻ നിയുക്തനാക്കി. ആദിത്യന്മാർ അതിഥി സുതന്മാരാകുന്നു. അപ്രകാരം 12 ആദിത്യന്മാരുണ്ട്. 12 ആദിത്യന്മാരിൽ ഒരാളായിരുന്നു ആര്യമാൻ. ആകയാൽ യമരാജൻ വിതുരരായി ഭുവനത്തിൽ അവതരിച്ച് ജീവിക്കുന്ന 100 വർഷക്കാലത്തേക്ക് യമരാജന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ കർമ്മം യമലോകത്തിന്റെ ചുമതല നിർവഹിക്കാൻ സർവ്വഥാ യോഗ്യനും പര്യാപ്തനുമായിരുന്നു ആര്യമാൻ. നിർണയം എന്തെന്നാൽ വിതുരർ ഒരു വിധത്തിലും ഒരു ശൂദ്രനല്ല. നേരെ മറിച്ച് അദ്ദേഹം പരിശുദ്ധനായ ബ്രാഹ്മണനേക്കാൾ ഉത്തുംഗനും ശ്രേഷ്ഠനുമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മന്ദജി. ഇവിടെ പറയുന്നു ശ്ലോകത്തിൽ അങ്ങനെ വിതുരർ ശൂദ്രരായിട്ടുള്ള വിതുരർ ശൂദ്രനായി മാറുകയാണ് ചെയ്യുന്നത് ശരിക്കും അല്ലേ. വിതുരർ ആരാണ്? യമരാജനാണ്. യമരാജൻ്റെ അവതാരമാണ് വിതുരർ. മാണ്ഡുക മുനിയുടെ ശാപം കൊണ്ട് അദ്ദേഹം ശൂദ്രനായിട്ട് വരുന്നു. ഈ ഒരു കഥ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് യമരാജൻ വിതുരനായിട്ട് വരുന്ന സമയത്ത് ആര്യാമനാണ് ആ പോസ്റ്റ് എടുക്കുന്നത്. യമരാജൻ്റെ പോസ്റ്റ് താൽക്കാലികമായിട്ട് കുറച്ചു കാലം എടുക്കുന്നത്. യമരാജന് പണിയുണ്ട് അല്ലേ. ഇവിടെ യമരാജൻ ഫുൾ ബിസി ആയിട്ടുള്ള ആളാണ്. പാപം ചെയ്യുന്നവരെ ശിക്ഷിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അപ്പോൾ ആ ഒരു പോസ്റ്റിൽ നിന്ന് ഒരു ബ്രേക്ക് കിട്ടി. ആർക്ക് ബ്രേക്ക്? യമരാജന് ബ്രേക്ക് കിട്ടിയിരിക്കുകയാണ്. കാര്യം ആര്യമ്മ ഒന്ന് ആ കാര്യങ്ങൾ ചെയ്യുന്നു. യമരാജൻ വിതുരരായിട്ട് വന്നു. ശീലപ്രഭാജി പറയുന്നു വിതുരർ ഒരു ശൂദ്ര സ്ത്രീയുടെ പുത്രനായിട്ട് ജനിച്ചു എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് അതായത് ഈ ഒരു ലീലയുടെ ഭാഗമായിട്ട് അതുകൊണ്ട് ധൃതരാഷ്ട്രവും മറ്റുള്ള ആളുകളൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ അവർ രാജ്യസഭയിലിരുന്ന് എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അവിടെ വന്ന് അഭിപ്രായം പറയാനുള്ളൊരു യോഗ്യത പോലും കൊടുക്കില്ല അങ്ങനെയുള്ളവർക്ക്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇവിടെ ധൃതരാഷ്ട്രർക്കും യുധിഷ്ഠിര മഹാരാജാവിനും അറിവ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അതീന്ദ്രജ്ഞാനം പറഞ്ഞു കൊടുക്കുക, ആധ്യാത്മിക ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വിതുരർ വരുമ്പോൾ അത് എങ്ങനെ സ്വീകാര്യമാവുമെന്നാണ് ചോദ്യം. കാര്യം രാജ്യസഭയിൽ പോലും ശൂദ്രരായതുകൊണ്ട് കയറ്റുന്നില്ല, അല്ലെങ്കിൽ വേണ്ട അഭിപ്രായങ്ങൾ പറയാൻ അവർക്ക് അവസരം കൊടുക്കുന്നില്ല. എന്നാൽ അങ്ങനെയുള്ള ഒരാൾക്ക് ആധ്യാത്മിക ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം. പക്ഷേ സാധിക്കും എന്നുള്ളതാണ് ശിലപ്രഭാജി പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്നത്. ശൂദ്രനായിട്ട് ജനിച്ചു എന്ന് പറയുന്നതിന് അർത്ഥമില്ല. എങ്ങനെ ജനിക്കുന്നു എന്നുള്ളത് വിഷയമല്ല. ആധ്യാത്മിക ജ്ഞാനം നമുക്ക് കിട്ടിയിട്ടുണ്ടോ, പ്രോപ്പറായിട്ടുള്ള സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടോ, ഭഗവാൻ കൃഷ്ണനെ കുറിച്ചുള്ള അറിവ്, ആ ഒരു സയൻസ് അവർ പഠിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഗുരുവാവാനുള്ള യോഗ്യതയുണ്ട്. ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, ബ്രാഹ്മണനാവട്ടെ, ശൂദ്രനാവട്ടെ, ഗൃഹസ്ഥനാവട്ടെ, സന്യാസിയാവട്ടെ, എല്ലാവർക്കും ആധ്യാത്മിക ഗുരുവാവാൻ സാധിക്കും, അല്ലെങ്കിൽ അവർക്ക് ആധ്യാത്മിക ഗുരുവിൻ്റെ സ്ഥാനമെടുക്കാൻ സാധിക്കും. എങ്ങനെയാണെങ്കിൽ ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതീന്ദ്രജ്ഞാനം ഉണ്ടെങ്കിൽ. അതാണ് പറയുന്നത്. ഇവിടെ വിതുരരുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ മൈത്രേയ ഋഷിയിൽ നിന്ന് നേരിട്ട് അദ്ദേഹം എല്ലാം പഠിച്ചു. ആധ്യാത്മിക ജ്ഞാനമെല്ലാം അദ്ദേഹം നേടി. അങ്ങനെ അദ്ദേഹം ഒരു ഗുരുസ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അദ്ദേഹം യുധിഷ്ഠിര മഹാരാജാവിൻ്റെ മുമ്പിലും ധൃതരാഷ്ട്ര മുമ്പിലും ഒരു ഗുരുവിനെ പോലെ വരുവാണ് ചെയ്യുന്നത്. കൂടുതലും ഇവിടെ ധൃതരാഷ്ട്രരുടെ ഒരു ആത്മസാക്ഷാത്കാരം ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇദ്ദേഹം ഇവിടെ വരുന്നതും
ഇവരുടെ കൂടെ നിൽക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു. അപ്പോൾ വിതുരരെ ശിലപ്രഭാത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു. അതുകൊണ്ട് വിതുരരെ ഒരു ശൂദ്രനായിട്ട് കാണരുത് എന്നുള്ളത്. ആക്ച്വലി യമരാജൻ്റെ അവതാരമായതുകൊണ്ട് അദ്ദേഹം മഹാജനമാണ് അല്ലേ. സ്വയംഭൂ, നാരദ, ശംഭു, കുമാരോ, കപിലോ, മനു അല്ലേ, 12 മഹാജനങ്ങളെക്കുറിച്ച് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്. അതിൽ യമരാജനും മഹാജനാണ് അല്ലേ, മഹാത്മാവാണ്. ആ യമരാജൻ്റെ അവതാരമാണ് ഇദ്ദേഹം വിതുരർ. അപ്പോൾ എപ്പോഴും ഇവിടെ പറയുന്നു, ശിലപ്രഭാജി പറയുന്ന നല്ല മനോഹരമായിട്ടുള്ളൊരു പോയിന്റ്, ഈ യമരാജൻ ഭഗവാന്റെ വളരെ പ്രിയപ്പെട്ട സേവകനാണ് അല്ലേ. ഇത്രയും ബുദ്ധിമുട്ടുള്ള സേവനമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് ശിക്ഷ കൊടുക്കുക എന്നുള്ളത് അത് എളുപ്പമുള്ള കാര്യമല്ല. അതാണ് യമരാജൻ ചെയ്യുന്നത്. എന്നാൽ അദ്ദേഹം അവിടെ പൂർണ്ണമായിട്ടും ബിസിയാണ്. കാര്യം അത്രയ്ക്കധികം ആളുകളാണ് അവിടെ പോകുന്നത്. അദ്ദേഹത്തിന് ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കാൻ സമയമില്ല, ഫുൾ ബിസിയാണ് അദ്ദേഹം. എന്നാൽ ഇവിടെ അദ്ദേഹത്തിനൊരു അനുഗ്രഹം കിട്ടുവാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാന്റെ ഒരു കാരുണ്യം കിട്ടുവാണ്. കാര്യം കുറച്ച് മാണ്ഡുകമുനിയുടെ ശാപം ആക്ച്വലി ഒരു അനുഗ്രഹമായി മാറുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ നിന്നൊരു ബ്രേക്ക് എടുക്കാനും അതിനുശേഷം ഭൂമിയിലേക്ക് പോയി വിതുരനെ പോലെ ഒരു വിതുര മഹാത്മാവിനെ പോലെ ഒരു വ്യക്തിയായിട്ട് അവിടെ വന്നതിന് ശേഷം അവിടെ മൈത്രേയ ഋഷിയിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുവാനും മാത്രമല്ല ഭഗവാനെക്കുറിച്ച് കൂടുതൽ കേൾക്കുവാനും ഭഗവത് സേവനങ്ങൾ ചെയ്യുവാനും മാത്രമല്ല ആധ്യാത്മിക ജ്ഞാനത്തെ പ്രചരിപ്പിക്കാനും കൂടെ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. യമരാജൻ അവിടെ സാധാരണഗതിയിൽ അദ്ദേഹം അവിടെ യമലോകത്തിലിരുന്ന് ആളുകൾക്ക് ശിക്ഷ നിർണ്ണയിക്കുന്ന ഉത്തരവാദിത്തത്തിൽ നിന്നും ഒരു ദിവസം പോലും മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിനൊരു ചാൻസ് കിട്ടി. അതുകൊണ്ട് ഇത് ഒരു അനുഗ്രഹമാണ് ശരിക്കും. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു അവസരമാണ്. ഭഗവാനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പ്രചരണം ചെയ്യുവാനുള്ള ഒരു ചാൻസ് കിട്ടി അദ്ദേഹത്തിന്. അപ്പോൾ വളരെ സന്തോഷത്തിലാണ് ശരിക്കും യമരാജൻ. അപ്പോൾ ഈ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ ഇവിടെ പറയുന്നു, ശിലപ്രഭാജി വീണ്ടും പറയുന്നു, ഭഗവാൻ അവതാരമെടുത്ത് വരുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം മൃഗശരീരം അല്ലെങ്കിൽ വരാഹാവതാരമായിട്ടും മത്സ്യാവതാരമായിട്ടും കൂർമ്മാവതാരമായിട്ടൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അദ്ദേഹം മത്സ്യമാണ്, കൂർമ്മമാണ്, വരാഹമാണെന്നാണോ? അല്ല, അദ്ദേഹം ഭഗവാൻ തന്നെയാണ്. എന്നാൽ അങ്ങനെ അവതാരങ്ങൾ എടുത്തു വരുന്നു. അദ്ദേഹം ഭഗവാനാണ് എന്നുള്ളത് മാറുന്നില്ല. അതേപോലെ വിതുരർ ശുദ്ധഭക്തനാണ്, അദ്ദേഹം യമരാജനാണ്. അദ്ദേഹം ഇവിടെ എങ്ങനെ വരുന്നു എന്നുള്ളത് വിഷയമല്ല. ശൂദ്രാണിയുടെ മകനായിട്ട് ജനിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വിതുരര് യമരാജൻ അല്ലെങ്കിൽ ശുദ്ധഭക്തൻ മഹാജൻ ആവാതിരിക്കുന്നില്ല. അതാണ് പറയുന്നത്. അദ്ദേഹം ഓൾറെഡി ആ ഒരു പൊസിഷനിലിരിക്കുന്ന ആളാണ്. പിന്നീട് പറയുന്നു, ആര്യമനാണ് ഈ ഒരു പോസ്റ്റ് എടുക്കുന്നത്. ആര്യമൻ ആരാണെന്ന് പറയുന്നു, കശ്യപ മുനിയുടെയും അതിഥിയുടെയും മകനാണ്. 12 ആദിത്യന്മാരിൽ വരുന്ന ഒരു വ്യക്തിയാണ് ആര്യമൻ. അങ്ങനെ ആര്യമനാണ് കുറച്ചു കാലത്തേക്ക്, അതായത് 100 വർഷത്തേക്ക് വിതുരർ അല്ലെങ്കിൽ യമരാജൻ വിതുരനായിട്ട് വന്ന സമയത്ത് ആ ഒരു പോസ്റ്റ് എടുത്ത് യമരാജൻ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് പറയുന്നത്. അപ്പോൾ വിതുരൻ ശിലപ്രഭാജി കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയുന്നു, വിതുരൻ ശൂദ്രനെയല്ല, അദ്ദേഹം ശുദ്ധ ബ്രാഹ്മണനാണ്. പറയുന്നു ബ്രാഹ്മണനേക്കാൾ ശുദ്ധമാണ് അദ്ദേഹം, ശുദ്ധ വൈഷ്ണവനാണ്, ശുദ്ധ ഭക്തനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹരേ കൃഷ്ണ. ഓക്കെ, സോ താങ്ക് യു. അടുത്ത ശ്ലോകം അടുത്ത ക്ലാസ്സിൽ നോക്കാം. ग्रंथराज श्रीमद् भागवतम की जाए, जगत गुरु शिला प्रभुपाद की जाए, समवेद गौर भक्त वृंद की जाए, शिला गुरुदेव की जाए, निताय गौर प्रेमानंदे. थैंक यू. हरे कृष्ण. हरे कृष्ण.